ഇന്ന് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് പോസിറ്റീവ് ക്ലോസിംഗ് ആണ്. സോ നിഫ്റ്റിയുടെ ക്ലോസിംഗ് പ്രൈസ് 23,962. ഓവറോൾ ഒരു വോളറ്റൈൽ മാർക്കറ്റ് ആയിരുന്നു എന്ന് കാണാൻ സാധിച്ചത്. നിഫ്റ്റിയുടെ ഡെയിലി ക്യാൻഡിൽ ക്ലോസ് ചെയ്തിരിക്കുന്ന ഒരു ഇൻവേർട്ടഡ് ഹാമർ. സോ സ്ലൈറ്റ്ലി ഒരു പോസിറ്റീവ് ക്ലോസിംഗ് ആണ് നിഫ്റ്റിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇന്നത്തെ ഇൻട്രാഡേ പിക്സ് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്? ഇന്നലെ ഇൻട്രാഡേ പിക്സിൽ ഹിൻഡാൽകോ പറഞ്ഞിരുന്നു. സോ ഹിൻഡാൽകോയിൽ നമ്മുടെ സെല്ലിംഗ് ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഹിൻഡാൽകോ 964 ബ്രേക്ക് ചെയ്താൽ ഒരു സെല്ലിംഗ് ആയിരുന്നു പറഞ്ഞത്. സോ 964 ബ്രേക്ക് ചെയ്തു. ടാർഗറ്റ് 9 പോയിന്റ്സ്, 9 പോയിന്റ്സിന്റെ ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട് ഹിൻഡാൽകോയിൽ. ടോറന്റ് പവർ ലിമിറ്റഡിൽ എൻട്രി ലെവൽ 1410 ആയിരുന്നു. ഹൈ പോയിരിക്കുന്നത് 1419.50. എക്സൈഡ് ഇൻഡസ്ട്രീസിൽ എൻട്രി 426 ആണ്. ഹൈ പോയത് 429 വരെ ഓൾമോസ്റ്റ് ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 430 ആയിരുന്നു ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടില്ല. കോൾ ഇന്ത്യയിൽ 432 ബ്രേക്ക് ചെയ്താൽ ഒരു എൻട്രി 432 ബ്രേക്ക് ചെയ്തു. ഇന്ന് ഹൈ പോയത് ഈ ഒരു ക്യാൻഡിലെ ഹൈ 435.80. സോ 436 ആയിരുന്നു ടാർഗറ്റ്. ഓൾമോസ്റ്റ് 436 വരെ ഹൈ പോയത്. നാളത്തേക്കുള്ള സ്വിംഗ് പിക്ക് ഏതാണെന്ന് നോക്കാം. സോ ആസ് ഓഫ് നൗ ഈ ഒരു സ്റ്റോക്കിൽ പോസിറ്റീവ് ബ്രേക്ക് ഔട്ട് ആണ് ഉണ്ടായിരിക്കുന്നത്. ബെഞ്ചമിൻ ഗ്രഹാം വാല്യൂ സ്ക്രീനറിന്റെ ക്രൈറ്റീരിയ മാച്ച് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ്. TTM PE റേഷ്യോ നോക്കുകയാണെങ്കിൽ ലോ PE ആണ്. ബൈ സോണിലാണ് ഈ ഒരു സ്റ്റോക്ക് ആസ് പെർ PE ആൻഡ് പ്രൈസ് ടു ബുക്ക് വാല്യൂ. അണ്ടർ വാല്യൂഡ് ഗ്രോത്ത് സ്റ്റോക്കാണ്. റിലേറ്റീവ്ലി ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പെഗ് റേഷ്യോ ലോ ആണ്. ROC കമ്പനിയുടെ ഇംപ്രൂവ് ആവുന്നുണ്ട്. ROA ആൻഡ് ROE മൂന്നും കമ്പനിയുടെ ഇംപ്രൂവ് ആവുന്നുണ്ട്. സിൻസ് ലാസ്റ്റ് 2 ഇയർ ലോ ഡെപ്റ്റ് ഉള്ള ഒരു കമ്പനിയും കൂടിയാണ്. കമ്പനിയുടെ പ്രോഫിറ്റ്സ് ഇൻക്രീസ് ആവുന്നുണ്ട് ലാസ്റ്റ് 4 ക്വാർട്ടറിൽ. 0 പ്രൊമോട്ടർ പ്ലഡ്ജ് ആണ്. RSA ഇൻഡിക്കേറ്റിംഗ് പ്രൈസ് സ്ട്രെങ്ത്. DVM സ്കോർ നോക്കാം. DVM സ്കോറിൽ എല്ലാം തന്നെ സ്ട്രോങ് മൊമെന്റം ഉള്ള ഒരു സ്റ്റോക്കാണ്. സ്ട്രോങ് പെർഫോമർ അണ്ടർ റഡാർ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഹൈ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ആണ്. 85 ആണ് ഇതിന്റെ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് സ്കോർ. വാല്യുവേഷൻ ഒരു അഫോർഡബിൾ വാല്യുവേഷനിലാണ് ആസ് ഓഫ് നൗ ഈ ഒരു സ്റ്റോക്ക് ഉള്ളത്. മൊമെന്റം സ്റ്റോക്കിന്റെ ഇംപ്രൂവ് ആവുന്നുണ്ട്. സോ ടെക്നിക്കലി എബോവ് ആവറേജ് ആണ് ഇതിന്റെ സ്റ്റോക്കിന്റെ പേര് വൈഭവ് ഗ്ലോബൽ എന്നാണ്. സോ വൈഭവ് ഗ്ലോബൽ ലിമിറ്റഡ്. കറന്റ് മാർക്കറ്റ് പ്രൈസ് 255.78. ഇന്ന് ഹ്യൂജ് വോളിയം ആയിരുന്നു. സോ ഫാഷൻ ജ്വല്ലറി ആണ് ഇവരുടെ മെയിൻ പ്രൊഡക്റ്റ് വരുന്നത്. ഫാഷൻ ജ്വല്ലറി, ജെം സ്റ്റോൺസ് ആൻഡ് ലൈഫ് സ്റ്റൈൽ പ്രൊഡക്ട്സ്. ഇതിന്റെ ഡെയിലി ചാർട്ടിലേക്ക് പോകാം. വൈഭവ് ഗ്ലോബൽ. വൈഭവ് ഗ്ലോബൽ ലിമിറ്റഡ്. വൈഭവ് ഗ്ലോബലിൽ ഈ ഒരു ഫോർമേഷൻ ആണ്. സോ പാസ്റ്റ് ഫ്യൂ ഡേയ്സ് ആയിട്ട് ഈ ഒരു സ്ട്രക്ചർ ആണ് വൈഭവ് ഗ്ലോബലിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ മൾട്ടിപ്പിൾ ടൈംസ് ഈ ഒരു ലെവല് 5 ടൈംസ്, ഓൾമോസ്റ്റ് 5 ടൈംസ് ഇവിടെ റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുന്നുണ്ട്. 3 to 4 ടൈംസ് ഇവിടെ ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. എക്സാക്ട്ലി ഒരു ചാനൽ ഫോർമേഷനിൽ മൂവ് ചെയ്യാണ്. വോളിയം നോക്കുകയാണെങ്കിൽ കമ്പയർ ടു പാസ്റ്റ് വോളിയം, സോ പ്രീവിയസ് വോളിയത്തെക്കാളെല്ലാം തന്നെ ഹൈ വോളിയമാണ് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ. സോ കറന്റ് മാർക്കറ്റ് പ്രൈസിൽ ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. SL മെയിൻറ്റെയിൻ ചെയ്യുന്നത് 244 ഡെയിലി ക്യാൻഡിൽ ക്ലോസിംഗ് ഡേയ്സ്. 2 ടാർഗറ്റ് പ്രതീക്ഷിക്കാം, 267 ആൻഡ് 280. സോ സ്റ്റോക്കിന്റെ പേര് വൈഭവ് ഗ്ലോബൽ ലിമിറ്റഡ്. കംപ്ലീറ്റ് അനാലിസിസ് സെൽഫ് സ്റ്റഡി ചെയ്തതിനു ശേഷം മാത്രം ട്രേഡിംഗ് ഡെസിഷൻ എടുക്കുക. നാളത്തെ ഇൻട്രാഡേ പിക്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നാളത്തെ ഇൻട്രാഡേ പിക്സിൽ ആദ്യം LIC ആണ്. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. സോ LICയിൽ ഇന്നൊരു സ്ട്രോങ് ക്യാൻഡിലാണ്. സ്റ്റാർട്ടിങ് ഫ്രം 19 ജൂൺ. സോ 19 ജൂണിൽ സ്റ്റാർട്ട് ചെയ്തൊരു ട്രെൻഡ് ലൈൻ ആണ്. ഈ ഒരു ട്രെൻഡ് ലൈൻ ഓൾമോസ്റ്റ് ബ്രേക്ക്ഔട്ട് ലെവലിലാണ് ഇപ്പോൾ ഉള്ളത്. 441 ബ്രേക്ക് ചെയ്താൽ 4 പോയിന്റ്സിന്റെ ടാർഗറ്റ് ആയിരിക്കും ഇൻട്രാഡേയിൽ LIC. ഷോർട്ടിംഗ് ലെവൽ 436 ആണ്. 436 ബ്രേക്ക് ചെയ്താൽ 432 വരെ ആയിരിക്കും ടാർഗറ്റ് LIC. ICICI Prudential 493 ആണ് ബ്രേക്ക്ഔട്ട് ലെവൽ. 493 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 4 പോയിന്റ്സിന്റെ ടാർഗറ്റ് ആയിരിക്കും ICICI Prudential. 487 ആയിരിക്കും ഇതിന്റെ ഷോർട്ടിംഗ് ലെവൽ. 487 ബ്രേക്ക് ചെയ്താൽ ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ആണ് ICICI Prudential. ഇന്ത്യൻ ബാങ്ക് ലിമിറ്റഡ്
ഇന്ത്യൻ ബാങ്കിൽ 798 ആണ് ബ്രേക്ക്ഔട്ട് ലെവൽ. 798 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 7 to 8 പോയിന്റ്സിന്റെ ടാർഗറ്റ്. ഷോർട്ടിംഗ് ലെവൽ 782 ബ്രേക്ക് ചെയ്താൽ 7 to 8 പോയിന്റ്സിന്റെ ടാർഗറ്റ് പ്രതീക്ഷിക്കാം. നെക്സ്റ്റ് മാരിക്കോ ഇന്ന് ഓവറോൾ പോസിറ്റീവ് ക്ലോസ് ആയിരുന്നു. സ്റ്റോക്ക് മൂവ് ചെയ്ത് മോർ ദാൻ 2.37%. സോ 863 എക്സാക്ട്ലി ഒരു ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. സോ 863 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 8 പോയിന്റ്സിന്റെ ടാർഗറ്റ് ആയിരിക്കും. ഷോർട്ടിംഗ് ലെവൽ 854 ആണ്. 854 ബ്രേക്ക് ചെയ്ത് 8 പോയിന്റ്സിന്റെ തന്നെ ടാർഗറ്റ് പ്രതീക്ഷിക്കാം. ലാസ്റ്റ് വൺ CDSL ഒരു ലോങ് ടൈം ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസിലാണ്. സ്റ്റാർട്ടിംഗ് ഫ്രം June 22nd. സോ June 22nd സ്റ്റാർട്ട് ചെയ്ത ഒരു ട്രെൻഡ് ലൈൻ ആണ്. 1358 ആയിരിക്കും ബ്രേക്ക്ഔട്ട് ലെവൽ. 1358 ബ്രേക്ക് ചെയ്ത 10 പോയിന്റ്സിന്റെ ടാർഗറ്റ് ആണ്. ഷോർട്ടിംഗ് ലെവൽ 1340 ബ്രേക്ക് ചെയ്ത് 1330 ആയിരിക്കും ടാർഗറ്റ്. ഇത്രയും സ്റ്റോക്കുകൾ നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. ടേക്ക് കെയർ. ബൈ.